ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. റാഗി പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. റാഗി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹൈ ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. അതുകൊണ്ട് കുറേ നേരത്തേക്ക് നമ്മൾക്ക് വിശക്കത്തില്ല. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 15 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊലി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. ഇനി അഥവാ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നാലേ രാവിലെ നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാലും മതി. അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ തൊലി കളയാൻ പറ്റും. ഞാനിവിടെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. തൊലിയെല്ലാം ഈസി ആയിട്ട് കളയാൻ പറ്റും. ഇതേപോലെ എല്ലാം തൊലി കളഞ്ഞെടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്കിനകത്ത് ബദാം ഇടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല ബദാമിനകത്ത് വൈറ്റമിൻ ഇയും മാഗ്നീഷ്യവും കാൽഷ്യവും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് ഒന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളിത് പാല് തിളപ്പിക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. പാല് തിളച്ച് വന്നതിന് ശേഷം ഇതേപോലെ വേറൊരു പാത്രത്തിനകത്തോട്ട് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്ത് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ ചിയ സീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇതിനകത്ത് ഒരുപാട് ഫൈബറും വൈറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വിശപ്പ് പെട്ടെന്ന് തോന്നത്തില്ല. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല ഡയബറ്റിക്സ് വരാതിരിക്കാനും ക്യാൻസറിനെ ചെറുക്കാനും ഇതിന് കഴിവുണ്ട്. ഇതുപോലത്തെ പാക്കറ്റ്സിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കുന്നത് നമ്മളുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് കുതിരാനിട്ടാൽ മതി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു പഴം. ഞാനിവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കാണത്തില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ്. റിങ്കിൾസ് വരാതിരിക്കാനും ബ്ലാക്ക് സ്പോട്ട്സ് മാറാനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ 4 ഡേറ്റ്സ്. നമ്മൾ ഇതിനകത്ത് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഡേറ്റ്സ് എടുത്തിരിക്കുന്നത്. ഡേറ്റ്സിൻ്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാം. ഇത് ഹീമോഗ്ലോബിൻ കൂടാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻസിനും ഇത് നല്ലതാണ്. ഇതിൻ്റെ സീഡെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ചണവിത്താണ്. ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ബ്രെയിനിനും മെമ്മറി പവർ കൂട്ടുന്നതിനും ഒക്കെയും നല്ലതാണ്. ഇനി വേണ്ടത് നമ്മളുടെ പ്രധാന ചേരുവയായ റാഗിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റാഗിപ്പൊടിയല്ല, സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന റാഗിപ്പൊടിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റാഗിപ്പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ മുളപ്പിച്ച റാഗിയുടെ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിനകത്തോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. റാഗിയുടെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നല്ലപോലെ കാൽഷ്യം അടങ്ങിയതുകൊണ്ട് തന്നെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒത്തിരി നല്ലതാണ്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഷുഗർ കുറയാനും ഇത് നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയാണ്. ഇത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഡ്രിങ്കിന് കൊടുക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുക. വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം. ഇനി നമ്മൾക്കിത് അടുപ്പത്തോട്ട് വെക്കാം. ആദ്യമേ തന്നെ തീ കുറച്ച് കൂട്ടി വയ്ക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. റാഗി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. തിളയ്ക്കുന്നവരെ തീ കൂട്ടി വെച്ചതിന് ശേഷം തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കൈവിടാതെ ഇളക്കുന്നത് മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇതൊന്ന് കുക്കാക്കി എടുക്കുക. അതിനായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോഴത്തേക്കും ഇത് കുക്കായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരണം. എന്നിട്ട് വേണം നമ്മൾക്കിത് മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾക്കിത് തലേദിവസം തന്നെ കുറുക്കി വയ്ക്കാം. അതേപോലെ തന്നെ പാലും തലേദിവസം തന്നെ തിളപ്പിച്ച് വയ്ക്കാം. അപ്പം രാവിലെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി മിക്സിയുടെ വലിയ ജാർ എടുത്ത് ഓരോ ചേരുവകളായിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് വറുത്തതായാലും ഇട്ട് കൊടുക്കാം, അതും നല്ലതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുകളഞ്ഞ ഈന്തപ്പഴം.
പിന്നെ നമ്മൾ കുതിർത്തി വെച്ച ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുറുക്കി വെച്ച റാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായി അരഞ്ഞു കിട്ടാനായിട്ട് വെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഇതെല്ലാം നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. തീരെ തരിയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാല് ഓപ്ഷണലാണ്. പാലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഇത് വേറൊരു വലിയ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ ചിയാ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. റാഗി കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കിത് റാഗിയാന്ന് പോലും മനസ്സിലാവത്തില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. രാവിലത്തെ തിരക്കിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ കഴിക്കാനോ പറ്റാത്തവർക്ക് ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയും ഉന്മേഷമായിരിക്കും കിട്ടുന്നത്. ഇതുപോലത്തെ ഡ്രിങ്കുകൾ കുടിക്കുന്നത് നമ്മളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ബീട്രൂട്ടും ഫ്ലാക്സീഡും എല്ലാം ചേർന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ സ്കിന്നിനും നല്ല നിറം കിട്ടാനും ഒക്കെയും നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്